ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് കാറ്റുള്ള വേണ്ടി ബീച്ചിൽ വന്നതാണ്. അപ്പോഴാണ് ഞാനൊരു ബോട്ട് കണ്ടത്. അപ്പോൾ ബോട്ടിങ്ങിനായിട്ട് ജസ്റ്റ് ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരം എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് നമുക്ക് ബോട്ടിങ് കഴിഞ്ഞിട്ട് കാട്ടിലൂടെ ഒരു മണിക്കൂർ ട്രക്കിങ്ങിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിങ് ഞാൻ ജസ്റ്റ് കുറച്ച് റൗണ്ട് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, അവിടെ എന്താ തിരമാല, എന്താ ബോംബിടുന്നുണ്ട് ഗൈസ്. അവിടെ എന്തോ ബോംബാണ്. അതെന്താ? അത് കടലിക്കല്ല ചാടുന്നത്, ഇത് മുകളിലേക്കാണ് പോകുന്നത്. അതെന്താ സംഭവം ഗൈസ്? ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ എന്താ സംഭവം എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല, 1 കിലോമീറ്റർ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചങ്ങോട്ട് പോയി നോക്കുകയാണ് ജസ്റ്റ് ഇട്ടാ. അതിപ്പോൾ ആരും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല ഗൈസ്. ഞാൻ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇതാണ് കേട്ടോ നേരത്തെ കണ്ട സ്ഥലം ഗൈസ്. ഞാൻ ആ മല കാണുന്ന അവിടെ ആയിരുന്നു ഞാനുള്ളത് ഗൈസ്. എന്തായാലും രാത്രി ആവാനായിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല മഴക്കാറുണ്ട്. ഞാൻ വേഗം പോന്നിട്ടുണ്ട്. അവിടെ ഒന്നും കാണുന്നില്ല. അയ്യോ, ഇതെന്താ? അയ്യോ, രക്ഷിക്കണേ! ഞാനിങ്ങനെ ഇവിടെ എത്തി. ഞാൻ ഇന്നലെ രാത്രിയല്ലേ അറിഞ്ഞത് ഗൈസ്. ആകെ കൺഫ്യൂഷനാകുന്നു ഗൈസ്. ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലേ. ബീച്ച് മൊത്തം തിരക്കാണ്ടാണ്. ഇവിടെ എന്താ ആരും ഇല്ലേ ഗൈസ്? ഇന്നെന്താ വല്ല ലോക്ക്ഡൗൺ ആണോ ഗൈസ്? റോട്ടിലൊന്നും ആരും ഇല്ലയെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് എത്തട്ടെ ഫസ്റ്റ്, എങ്കിലേ നമുക്ക് ആളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. എടാ, ഇവിടെ ഒന്നും ആരും ഇല്ല ഗൈസ്. എടാ, ഇതെന്ത് മറിമായോ ഗൈസ്? ഇവരൊരു മനുഷ്യന്മാർ പോയിട്ട് ഒരു ടാക്സി പോലും ഇല്ല. ഇല്ലേ വീട്ടിലേക്ക് നടന്നു പോകാമായിരുന്നു. അല്ല, എൻ്റെ ഡ്യൂക്ക് എവിടെ ഗൈസ്? എൻ്റെ വണ്ടി ഇവിടെ കാണുന്നില്ല ഗൈസ്. ഇതെന്തോ പ്രശ്നമുണ്ട്. ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോലീസ് സ്റ്റേഷനിലെ അവസ്ഥ, എടാ ഇവിടെ ആരുമില്ല. സെക്യൂരിറ്റി പോലും ഇല്ല ഇവിടെ. പോലീസുകാരും ഇല്ല ഗൈസ്. എന്തോ കാര്യമായിട്ട് നമ്മുടെ സിറ്റിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ന്യൂസ് ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. ഞാൻ എന്തായാലും വീടിൻ്റെ അകത്തേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ കൂടി ചെയ്യുക ഗൈസ്. ഞാനങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ന്യൂസ് കണ്ടപ്പോൾ അതിലങ്ങനെ ഒന്നുമില്ല. അതിലാകെ പറയുന്നത് ടൈനി മോൺസ്റ്റർ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. ഒരു റോട്ടിലൊരു കാർ പോലും ഇല്ല. അല്ലെ ഇപ്പം ഞാൻ കാർ എടുക്കുകയാണെങ്കിൽ ആകെ തിരക്കായിരിക്കും കേട്ടോ. ഈ റോഡ് വെറും ക്ലീനായി കിടക്കുന്നു. ഒരാൾ പോലും ഈ റോട്ടിലില്ല. അതാണിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അതാണ്ടൊരു ബുഗാട്ടി ഇരുന്ന്. ഇതെന്ത് ടോയ് കാറല്ലേ ഗൈസ്? ഇതാരും ഇത് ഓടിക്കുന്ന ടോയ് കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് ആരേറ്റ് താമസം വന്നിട്ടുണ്ട്. ഇതാരാ? ഒരു മനുഷ്യനല്ലേ ഇത് ഗൈസ്? ഇതാണ്ട് എൻ്റെ നേരെ ഓടി വരുന്നത്. ഞാനൊന്ന് അതിൻ്റെ അടുത്തേക്ക് പോയോട്ടെ. ദാണ്ടത് മണ്ടി പോകുന്നു. എടാ നിൽക്കണ ഗൈസ്. ഇതെന്നെ കണ്ട് പേടിച്ചെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ റോട്ടിലൂടെ സാധാ പോകണമെന്നൊരു മനുഷ്യനാണ്. ആണ്ടതാണ്ട് ബോധം കെട്ട് കിടക്കുന്നു. ഞാൻ ഇപ്പം എന്തതിനെ ചെയ്ത് ഗൈസ്? ഇത് അഭിനയിക്കാന്ന് തോന്നുന്നു. ഇനി ഇതാണ് ടൈനി മോൺസ്റ്റേഴ്സ് ആണത് ഗൈസ്. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഗൈസ്. ഇപ്പം ഇതെന്തായാലും ഇവിടെ കിടക്കണ്ട. വല്ല പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും കൊണ്ടുപോകും. അതിന് ഭേദം നമുക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. അതായിരിക്കും നല്ലത് കേട്ടോ. അവിടെ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ടൈനി മോൺസ്റ്ററൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി നേരം ഇരുട്ടാവാനായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പോയാൽ നമുക്ക് എന്തായാലും ഇനി അന്വേഷിക്കാൻ വയ്ക്കില്ല. അപ്പോൾ ഇനി നാളെ രാവിലെ എണീറ്റ് നമുക്ക് അതിനെ തപ്പാൻ പോകാം. അതായിരിക്കും നമുക്ക് നല്ലത് കേട്ടോ. മേത്ത് കൂടെ ഉറുമ്പടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാ ഗൈസ്, ദാണ്ട് എൻ്റെ ക്ലാസ്മേറ്റ് ആയ ഫ്രണ്ട്സ്. എടാ, നിങ്ങൾ എന്താണ് ഇത്ര ചെറുതായത്? എടേ, ഇന്നലെ ആണെങ്കിൽ ഒരു ഫുഡ് ചലഞ്ച് ഉണ്ടായിരുന്നു. അതിന് നിന്നെ വിളിച്ചപ്പോൾ നീ മാത്രം വന്നില്ല. ഞങ്ങൾ 4 പേരും പോയി. അതിനുശേഷം അവിടുന്ന് ഞങ്ങൾക്ക് ബിരിയാണി കിട്ടി, അതുപോലെ തന്നെ ബർഗറൊക്കെ കിട്ടി. ഇതൊക്കെ അൺലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് വാരി വലിച്ച് തിന്ന് ഇതാണ്ട് ഉറങ്ങി നീച്ചപ്പോൾ താണ്ട് ഇങ്ങനെ. ഇനി എന്ത് ചെയ്യടാ? എന്ത് ചെയ്യ? ഇതിനൊരു വഴി നിന്റെ അടുത്തുണ്ടോ? വഴി എന്നൊക്കെ പറഞ്ഞ ഇതിപ്പോ ഞാൻ എങ്ങനെ സോൾവ് ചെയ്യടാ? എടാ, അങ്ങനൊന്നും പറയലടാ. നിന്റെ ഹെൽപ്പ് മാത്രമേ ഇനി ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. എടാ, നിനക്കാണെങ്കിൽ കുറച്ച് ബുദ്ധി ഉണ്ടല്ലോ, ഞങ്ങൾക്കാണെങ്കിൽ അതൊന്നും ഇല്ല. എടാ, നീ എന്തേലും ഒരു വഴി പറഞ്ഞേട്ടടാ. ഞാൻ നോക്കട്ടെ. ഇനിയിപ്പോ ഈ നേരത്ത് ഞാൻ എന്ത് വഴി പറഞ്ഞിടാ? രാവിലെ മതിയോ? രാവിലെ എങ്ങാണ്ട് മതി. അതൊക്കെ മതി. എങ്കിൽ ഞാൻ രാവിലെ ആയിട്ട് പറഞ്ഞുതരാം
ഗൈസ് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി ആണെങ്കിൽ നമ്മളെ കൂട്ടുകാർ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ചെറുതായെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതാരീ മെസ്സേജ് അയക്കുന്നത്? ഇതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള രാഹുൽ. ഇവനതാണ്ട് റെഡ്മേനൊക്കെ പിടിച്ചെറിയുന്നു. എടാ ഇതെന്താ പുതിയ ഗൈസ്? ഇതുഞ്ഞി മറ്റേ ടൈനി, അതാണാ ടൈനി മോൺസ്റ്റർ ആണെങ്കിൽ ഗൈസ് ഞാൻ എന്തായാലും എൻ്റെ ഓമിനി എടുത്തത് ഞാൻ അങ്ങോട്ട് വിടുകയാണ്. നമ്മുടെ ആ ടൈനി മോൺസ്റ്റർ നിൽക്കുന്നിടത്ത് ഇതാരെങ്കിലും വീഡിയോ എടുത്ത് ഗൈസ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാരാണ് ഗൈസ്? എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ 4 കൂട്ടുകാരെയും കഥ കഴിയുന്നതായിരിക്കും കേട്ടോ. ദാണ്ട് നിൽക്കുന്ന ഈ ടൈനി മോൺസ്റ്റർ ഇവനാണ് നമ്മളെ കൂട്ടുകാരനെ പിടിച്ചെറിഞ്ഞത് ഗൈസ്. ഇവരും ഇതേപോലെ തന്നെയാണ് ആ മറ്റേ ഫുഡ് ചലഞ്ച് അങ്ങനെയൊക്കെ പോയിട്ടാണ് ഇവരും ഇതുപോലെ ആയത്. അപ്പോൾ ഇതുപോലെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അത് ഡൈനോസേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഹഗ്ഗി ടോയ്, ആ ടോയും ഇതേപോലത്തെ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് നമ്മളെ മറ്റേ കൂട്ടുകാരനെ താണ്ട് ഡൈനോസേഴ്സ് കഴിക്കുന്നു ഗൈസ്. നമുക്ക് എന്തായാലും ആ ഡൈനോസറിനെയും പിടിച്ച് നമ്മുടെ കൂട്ടിലാക്കണം. എന്നിട്ട് അവർക്ക് വേറൊരു മെഡിസിൻ കൊടുത്താലേ അവരെ നമുക്ക് പഴയ പോലെ ആക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു സിറ്റി മൊത്തം അവർ നശിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. അതാണ്ടേ ഗൈസ്, ദാണ്ടാ ഡൈനോസേഴ്സ് ഗൈസ്. എന്തായാലും നമുക്ക് അതിനെ പിടിച്ച് നമ്മുടെ ആ കൂട്ടിലാക്കാം. ഇതാണ്ട 2 ഗൈസ്. ആദ്യമൊക്കെ കാട്ടിലേക്ക് വരുമ്പോൾ ഇവരെ പേടിച്ചാണ് മണ്ടാറ്. ഇപ്പോൾ ഇവരെന്നെ പേടിച്ച് മണ്ടേണ്ട അവസ്ഥയാണ് കേട്ടോ ഗൈസ്. എന്തായാലും നമ്മൾ അവനെ കൂട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് നാടെ ഹഗ്ഗി ടോയ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഹഗ്ഗി ടോയ് എന്തായാലും ഉണ്ടാകും, കാരണം ഇവന് ഫുഡിൻ്റെ ഒരു ആക്രാന്തം പിടിച്ചാനാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഹഗ്ഗി ടോയിനെ പോയി പിടിക്കണം. നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ അവിടെയാണ് ഗൈസ്. ഓക്കെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ദാണ്ട ഹഗ്ഗി ടോയ്. ഇവെന്താ എന്നെ പേടിപ്പിക്കാൻ നോക്കുന്ന? അവൻ്റെ നൃത്തമൊക്കെ സ്പൈഡർമാൻ്റെ നൃത്തം. ഏതപ്പാ നൃത്തം ഗൈസ്? അവനെയും പിടിച്ച് വണ്ടി കയറ്റിയിട്ടുണ്ട്. അടുത്തത് ദാണ്ട് ഇതെന്ത് സാധനം ഗൈസ്? ഇത് ഡൈനോസർ ആണോ ഗൈസ്? ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിതിൻ്റെ പേരറിയില്ല, അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കിട്ടോ ഗൈസ്. ആ ഡൈനോസർ ഇരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് റാമൊക്കെ വെച്ചിട്ടാണ് കയറുന്നത്. ഓക്കെ, കയറിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിനും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ തപ്പേണ്ടി വരും. അതാണ്ട് നിൽക്കുന്നത് ഗൈസ്. ഈ ഡൈനോസറിനെയും പിടിച്ച് ഇനി നമുക്ക് ആ കൂട്ടിലാക്കണം ഗൈസ്. അതിനെ ഒക്കത്തിന് നമ്മളങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുകണമെങ്കിൽ നമുക്ക് ഇനി എപ്പോഴേലും പോയിട്ട് എടുക്കാം കേട്ടോ ഗൈസ്. ദാണ്ട് എല്ലാ എണ്ണം ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ ഹഗ്ഗി ടോയ് ഇതാണ്ട് നിൽക്കുന്നത്. ഇവൻ എന്നെ കുറച്ച് പേടിപ്പിച്ച് കളഞ്ഞവനാണ്. അപ്പോൾ ഇപ്പം എന്തായാലും നമുക്ക് അവനോട് പ്രതികാരം വീട്ടണം. അങ്ങനെ ഗൈസ് രാത്രി ആവാനായിട്ടുണ്ട്. ഇനി ഞാൻ എന്തായാലും പോയി കിടന്നുറങ്ങട്ടെ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഉറങ്ങിയിട്ട് ഇനി നാളെ എങ്ങാനും നോക്കാം അവരെന്ത് ചെയ്യണമെന്ന്. യോ ഗൈസ് രാവിലെ ആയിട്ടുണ്ട്. ഗൈസ് ഗൈസ് ആ ടൈനി മോൺസ്റ്റേഴ്സ് ഒക്കെ മുങ്ങി. ഒയ്യോ ഗൈസ്, ഞാൻ ഇന്നലെ ലോക്ക് ചെയ്യാൻ വിട്ടുപോയി. ഗൈസ് അവരൊക്കെ പോയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ ഈ സോഫയുടെ അടിയിൽ കാണേണ്ടതാണ്. നമുക്കൊന്ന് നോക്കി നോക്കട്ടെ ഗൈസ്. എല്ലാം പോയാൽ ഞാൻ വേസ്റ്റായി. ഇതിൻ്റെ അകത്ത് അടിയിൽ ഇതാണ്ട് ഡൈനോസർ. അയ്യോ അതാണ്ട് കാലുമൊക്കെ കടിക്കുന്നത്. അതാണ്ട് ഹഗ്ഗി ടോയ്. എടാ ഡൈനോസർ കയ്യുമ്മ കടിക്കില്ലടേ. ഇയാളാ റെഡ്മാൻ ഏതാണ്ട് ഫാനിമ്മ തൂങ്ങിയിരിക്കുന്നത്. അയ്യോ